ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് സ്റ്റോക്കുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നിങ്ങൾ ബൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. കാരണം ഞാനിവിടെ ഷെയർ ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ബാക്കി അപ്ഡേറ്റ്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഷെയർ ചെയ്യാറ്. ഇൻ കേസ് ഞാൻ ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സ്റ്റോക്ക് ലോസിലേക്ക് പോവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആ സ്റ്റോക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും അതിനെക്കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്ക് ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ വീക്ക്ലി വീഡിയോസ് ചെയ്യാറുണ്ട് സ്റ്റോക്കുകൾ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, അതല്ലാതെയും സ്റ്റോക്കുകൾ ഇതുപോലെ അനാലിസിസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും സ്റ്റോക്കിൽ നിങ്ങൾ ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെന്നുള്ളത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഇനി ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഒരു 52 റുപ്പീസിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ആ സ്റ്റോക്ക് ഞാൻ ടെക്നിക്കലി അനലൈസ് ചെയ്തിട്ടാണ് ആ സ്റ്റോക്കിലേക്ക് എത്തിയിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഫണ്ടമെന്റൽസ് വളരെ മോശം ആണ് എന്നുള്ളതല്ല പറഞ്ഞത്. അതിൻ്റെ സെയിൽസ് ഗ്രോത്തും ബാക്കി പേഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് ആ സ്റ്റോക്ക് നിൽക്കുന്നത്. വിത്ത് നല്ലൊരു ഗ്രോത്ത് സ്റ്റേജിലും കൂടിയാണ് നിൽക്കുന്നത്. ചെറിയ രീതിയിലുള്ള റിസ്കുകൾ കാണിക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും അത് കവർ ചെയ്ത് വരും എന്നുള്ള രീതിയിലാണ് ഞാൻ ഫണ്ടമെന്റൽ അനാലിസിസ് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത്. എന്താണെന്നുണ്ടെങ്കിലും ഞാനിതൊരു ലോങ് ടേം റെക്കമെൻഡേഷൻസ് ആയിട്ടേ അല്ല ഞാനിത് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി ഇതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യണമെന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ലോങ് ടേമിലേക്ക് അല്ല എന്നുണ്ടെങ്കിലും ഞാൻ വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ട്രേഡിന് വേണ്ടിയിട്ടും അല്ല ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാനിതിൽ ഓൾമോസ്റ്റ് 50%ഓളം റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 52 റുപ്പീസ് ആയതുകൊണ്ട് തന്നെ അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 70യുടെ അടുത്തൊക്കെ എത്താനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. പക്ഷേ ഇത് 1-2 മാസം അല്ല ഹോൾഡ് ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത്സ്, മിനിമം 3 മന്ത്സ്, മാക്സിമം ഒരു 6 മന്ത്സ് വരെയൊക്കെ മാക്സിമം പോവാം. പക്ഷേ 50% റിട്ടേൺസ് ഉള്ള പോസിബിലിറ്റി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 3 മന്ത്സിലൊക്കെ എത്തും എന്നുള്ളതാണ്. പക്ഷേ ഇൻ കേസ് എത്തിയിട്ടില്ലെങ്കിലും കുറച്ച് ടൈം നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ 50% വരെയൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. 6 മന്ത്സ് കൊണ്ട് 50% എന്ന് പറയുന്നത് വളരെ നല്ലൊരു റിട്ടേൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോക്കിൻ്റെ പേര് മോർപെൻ ലബോറട്ടറീസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിന് ഇപ്പോൾ കറൻ്റ്ലി 52.85 രൂപയിലാണ് ഇപ്പം കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്യാൻഡലിൽ വളരെ നല്ലൊരു വോളിയം ഉണ്ട്. ഓൾമോസ്റ്റ് 13 മില്യൺ വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ കറൻ്റ്ലി അപ്പ് മൂവ്മെൻറ്റിൽ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ വോളിയത്തിൻ്റെ ഒരു അനാലിസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോളിയം ഇപ്പോൾ ലോവർ ലെവലിൽ, അതായത് ഈ ഒരു ക്യാൻഡലിന് ശേഷം ഇവിടെ നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ആ ദിവസം തന്നെയാണ് ഇത്രയും വലിയൊരു വോളിയം നമുക്ക് ക്രിയേറ്റ് ആകപ്പെട്ടത്. അതായത് ഓൾമോസ്റ്റ് എത്ര വോളിയാണ് ഓൾമോസ്റ്റ് ക്രിയേറ്റ് ആയതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 38 മില്യൺ വോളിയാണ് ഇവിടെ ക്രിയേറ്റ് ആകപ്പെട്ടിട്ടുള്ളത്. സോ അതിനുശേഷം പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കറക്ഷനാണ് നടന്നത്. ആ ഒരു കറക്ഷൻ്റെ സമയത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വോളിയം കുറയാണ് ചെയ്തിട്ടുള്ളത്. അതായത് നല്ലൊരു വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് പിന്നീട് ഒരു കറക്ഷൻ വരുന്ന സമയത്ത് വോളിയം കുറയുകയും പിന്നീട് അടുത്ത ഒരു അപ്പ് മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് വീണ്ടും വോളിയം ബിൽഡപ്പ് ആവുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ. അതായത് വോളിയം അനാലിസിസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ സ്റ്റോക്കിന് നല്ലൊരു എന്താ പറയുക, ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല ബൈയിങ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഇത് നമുക്ക് കുറച്ചുകൂടെ വലിയ ടൈം ഫ്രെയിമിൽ ഇട്ട് നോക്കാം. ഇപ്പോൾ 1 ഡേ ടൈം ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഇട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ബിഗ് പിക്ചർ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ഒരു മൊമെൻറ്റം ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് ഇവിടെ 2003 ഇത് ഓൾമോസ്റ്റ് 5 രൂപയിൽ 10 രൂപ 5 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ മുൻപ് ഓൾമോസ്റ്റ് 200 രൂപയിലുണ്ടായിരുന്ന ഈ സ്റ്റോക്ക് നല്ല രീതിയിലുള്ള ഫോളായി. എന്തെങ്കിലും ന്യൂസ് കാരണമോ ഒക്കെ ആയിരിക്കാം, ഞാൻ അന്നത്തെ ഡീറ്റെയിൽസ് ഒന്നും എടുത്തിട്ടില്ല. എനിവേ വളരെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് കാരണം താഴോട്ട് വന്നതിന് ശേഷം പിന്നീട് ക്രിയേറ്റ് ആവപ്പെട്ടിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ. ഞാനിവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രൈസ് ആക്ഷനാണ് അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് ആണ് ഈ സ്റ്റോക്കിൻ്റെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കുറച്ചും കൂടെ ഫണ്ടമെൻ്റലി അല്ലെങ്കിൽ എന്തൊക്കെയാണ് കറൻ്റ്ലി ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽസ് ഒക്കെ നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊരു ഷോർട്ട് ടേം ട്രേഡിംഗ് ആണ്. അപ്പോൾ അതിനുള്ള ഡാറ്റ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2004 മുതലുള്ള ഡാറ്റയാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 2004 മുതലുള്ള ആ ഒരു മൂവ്മെൻറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു ബേസ് എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ആകപ്പെട്ടിട്ടുള്ളത്. അതായത് 3 റുപ്പീസിൻ്റെ ഒക്കെ ആ ഒരു റേഞ്ച്, 5 റുപ്പീസ് ടു 3 റുപ്പീസ് അല്ലെങ്കിൽ ബിലോ 10 റുപ്പീസ് ഒരുപാട് കാലം ഇത് ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അന്നൊന്നും അധികം വോളിയം ഇല്ല. അപ്പം നമ്മളിവിടെ വോളിയം നോക്കുന്നുണ്ടെങ്കിൽ വോളിയം വളരെയധികം കുറവാണ്. അങ്ങനെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായില്ല. പിന്നീട് ഇത് കുറച്ച് ബിൽഡപ്പ് കാണിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഒരു 40 രൂപയിലേക്ക് സ്റ്റോക്ക് എത്തി, ഓൾമോസ്റ്റ് 40 രൂപേൻ്റെ അടുത്തെത്തി. പിന്നീട് വീണ്ടും കറക്ഷൻ തന്നു. അപ്പോഴും കറക്ഷൻ സമയത്ത് നമുക്ക് വോളിയം കുറവായിരുന്നു. പിന്നീട് അടുത്തൊരു ബിൽഡപ്പ് വന്നു, വീണ്ടും 40-ലെത്തി, വീണ്ടും കറക്ഷൻ തന്നു, അപ്പോഴും വോളിയം കുറവായിരുന്നു. അപ്പോൾ ബൈയിങ് നടക്കുന്ന സമയത്തൊക്കെ നല്ല വോളിയം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറക്ഷൻ നടക്കുമ്പോൾ വോളിയം വളരെയധികം കുറവാണ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.
അപ്പം ഇത് സ്ലോ ആയിട്ട്, വളരെ സ്ലോ ആയിട്ട് ഇതിലൊരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. കാരണം ഈ വോളിയം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വോളിയം വരുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു ലോ ഉണ്ടല്ലോ, പിന്നീട് ആ ലോയിലേക്ക് ആ സ്റ്റോക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു ഇപ്പം ഈ ഒരു ലെവൽ എന്ന് പറയും, ഇപ്പം ഇവിടെയാണ് അത്യാവശ്യം ഒരു ഡൗൺ ട്രെൻഡ് തന്നത്. പക്ഷേ അത് കൊറോണ വൈറസിൻ്റെ ആ ഒരു സമയമായിരുന്നു, 2020 ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഡൗൺ ആവാനുള്ളൊരു കാരണം. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഇവിടെ ഫസ്റ്റ് ഒരു ബേസ് ഉണ്ടാക്കി, പിന്നീട് ഈ ഒരു പോയിന്റിൽ കുറച്ച് കറക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ്, അതായത് ഈ ഒരു കറക്ഷൻ ഒഴിവായി കഴിഞ്ഞാൽ, ഇവിടെയുള്ള ആ ഒരു പ്രശ്നം ഒഴിവായി കഴിഞ്ഞാൽ, കൊറോണ വൈറസിൻ്റെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, പിന്നീട് ഈ ഒരു ബേസ് ഉണ്ടാക്കി, അതിനുശേഷം വീണ്ടും അപ്പ് ട്രെൻഡ് വന്ന് പിന്നെ അടുത്ത ബേസ് ഉണ്ടാക്കിയത് ഈ ഒരു ലെവലിലാണ്, 23 ലെവലിലാണ്. അതായത് വളരെ സ്ലോ ആയിട്ട്, വളരെ ഒരുപാട് കാലമായിട്ട് ഇത് വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ ബേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ലോ ആയിട്ട് ഈ സ്റ്റോക്ക് ആരൊക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഇതിൻ്റെ ഫിനാൻഷ്യൽ ഞാൻ ജസ്റ്റ് ഫണ്ടമെൻ്റൽസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കാണാൻ കഴിഞ്ഞത് വളരെ സ്ലോ ആയിട്ട് സെയിൽസ് കൂടുന്നതും അതുപോലെ തന്നെ ഇവരുടെ റവന്യൂ കൂടുന്നതൊക്കെ കാണുന്നുണ്ട്. വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള കൂടുതലാണ്. അപ്പം അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി ഈ വീക്ക്ലി ചാർട്ട്, അപ്പോൾ വീക്ക്ലി നോക്കുന്ന സമയത്ത് അതായത് ലോങ് ടേമിൽ നോക്കുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു ബേസ് ഈ ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഇത് നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇട്ട് നോക്കാം. കുറച്ചും കൂടെ ഒരു റീസെൻ്റ്ലി നടന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, ഷോർട്ട് ടേം പിക്ചർ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഷോർട്ട് ടേം പിക്ചറിൽ ഇതാണ് ഒരു എന്താ പറയുക, വലിയൊരു റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ഇതാണ് കാണാൻ കഴിയുന്നത്. ഓൾമോസ്റ്റ് 72 അല്ലെങ്കിൽ 72 ലെവലിലാണ് ഒരു ബിഗ് റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. പിന്നെ അതിൻ്റെ മുൻപുണ്ടായിരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റിലാണ്. അപ്പോൾ നമ്മൾ മുൻപ് കണ്ട അതേ ഒരു മുൻപ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഓൾമോസ്റ്റ് ഒരു 44 എന്നുള്ളൊരു പ്രൈസ് റേഞ്ച് ആയിരുന്നു. അപ്പോൾ ഈ 2 റെസിസ്റ്റൻസാണ് മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2023 ഈ സ്റ്റോക്കോ ഈ ഒരു പോയിന്റിൽ ഈ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും കൺസോളിഡേറ്റ് ചെയ്ത് പിന്നീട് നമ്മൾ കണ്ടത് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ വീണ്ടും റീടെസ്റ്റ് നടത്തി, വീണ്ടും അപ്പ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്ത്, വീണ്ടും ഡൗൺ സൈഡിലേക്ക് പോയിട്ട് അടുത്തൊരു ബിൽഡപ്പിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. അതുമാത്രമല്ല, മൂവിങ് ആവറേജിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അതായത് 50 ഡേ മൂവിങ് ആവറേജാണ് ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 50 ഡേ മൂവിങ് ആവറേജിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്കിലൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വളരെ സ്ലോ ആയിട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്തത്, ഇത് മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്തിട്ട് താഴെ ഒരുപാട് കാലം സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്തിന് ശേഷം 2023 ഈ ഒരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം പിന്നീടുണ്ടായ മൂവ്മെൻറ്റൊക്കെ മൂവിങ് ആവറേജ് ബേസ് ചെയ്ത്, അതായത് സ്ലോ ആയിട്ട് ഇതിൽ ബൈയിങ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ വളരെ റീസെൻ്റ്ലി നമ്മൾ ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും അവസാനത്തെ ഒരു പ്രൈസ് ആക്ഷൻ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നുകൂടെ സൂം ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മളിപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇതാണ് മൂവിങ് ആവറേജ് ലൈൻ വരുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു ബൈയിങ് കിട്ടി, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വോള്യൂം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വോള്യൂം കുറഞ്ഞു, റീട്രേസ്മെൻറ്റ് കിട്ടി, അടുത്ത വോളിയം ഇവിടെ ക്രിയേറ്റ് ആയപ്പെട്ടു, അപ്പോഴും അപ്പ് ട്രെൻഡ് കിട്ടി, പിന്നീട് നല്ലൊരു ഡൗൺ സൈഡ്. ആ സമയത്തും ഇവിടെ നമുക്ക് വോളിയം വളരെ കുറവായിരുന്നു. പിന്നീട് അടുത്ത മൂവ്മെൻറ്റ് നടന്ന സമയത്ത് ബിഗ് ട്രേഡിങ് ആക്ടിവിറ്റി നടന്നുണ്ട്, വിത്ത് വോളിയാണ് നടന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ താഴോട്ട് വന്ന് ഇപ്പോൾ വീണ്ടും ഒരു വോളിയം ബിൽഡപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ബിൽഡപ്പ് കാണിക്കുന്നുണ്ട്, ഓവറോൾ ലോങ് ടേമിലൊരു ബിൽഡപ്പ് കാണിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലും ഇവിടെ നടന്നിട്ടുണ്ട്. പോരാത്തതിന് വോളിയം അനാലിസിസ് നോക്കുന്ന സമയത്തും ഒരു ബിൽഡപ്പ് കാണിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇതിനൊരു പോസിറ്റിവിറ്റി നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഫണ്ടമെൻ്റലി ചെറിയ രീതിയിൽ അനലൈസ് ചെയ്ത സമയത്ത് ഇതിനൊരു ഗ്രാജുവലായിട്ട് വളരെ സ്ലോ ആയിട്ട് നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഈ സ്റ്റോക്കിന്. അങ്ങനെ മൊത്തത്തിൽ ഈ സ്റ്റോക്കിൻ്റെ ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലുള്ള എൻ്റെ ഒരു ടാർഗറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 70 റേഞ്ചിലാണ് ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. അപ്പം 70 എന്ന് പറയുമ്പോൾ ഇതിന് എത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് ഇവിടുന്ന് 70 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 38% മൂവ്മെൻ്റാണ് ഇതിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. 38 ഓൾമോസ്റ്റ് ഒരു 40% നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 40% മിനിമം ടാർഗറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 40 നിൽക്കാൻ ചാൻസ് ഇല്ല, ഒരു 50 എങ്കിലും എത്തും എന്നുള്ളത്. കാരണം ഈ ഒരു കറക്റ്റ് റെസിസ്റ്റൻസിൽ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി അല്ല ഞാൻ നോക്കുമ്പോൾ കാണുന്നത്. അതിന് പകരം ജസ്റ്റ് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ കുറച്ചൊരു ഹൈ മൊമെൻറ്റത്തിൽ ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു
റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്യപ്പെട്ട റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് പിന്നീടൊരു സെല്ലിങ് വരാനാണ് ചാൻസ് ഉള്ളത്. കാരണം അത്രയും എന്താ പറയുക മൊമെൻറ്റം ബിൽഡപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് റെസിസ്റ്റൻസ് ആകുമ്പോഴേക്ക് സെല്ല് ചെയ്യാനുള്ള രീതിയിലല്ലാതെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു റീട്രേസ്മെൻ്റ് ആയിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എനിവേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 50% ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് ക്രിയേറ്റ് ആകപ്പെട്ടിട്ടുള്ള ക്യാൻഡിലിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇന്ന് ക്രിയേറ്റ് ആകപ്പെട്ടിട്ടുള്ള ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ അത് ഓൾമോസ്റ്റ് വരുന്നത് ഇപ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ക്രിയേറ്റ് ആകപ്പെട്ടുള്ള ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ട് ടേം ആണെന്നുണ്ടെങ്കിൽ 5% വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സേഫ് എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്കൊരു 9%, അതായത് ഈ മൂവിങ് ആവറേജിൻ്റെ താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 10% അല്ലെങ്കിൽ ഒരു 11% പറഞ്ഞാൽ കുറച്ചുകൂടെ സേഫാണ്. ഇതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടൈമിലേക്കാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ 50% ടാർഗറ്റ് നമ്മൾ കാണുന്നതുകൊണ്ട് തന്നെ ഒരു കുറച്ചും കൂടെ സേഫ് എന്നുള്ള രീതിയിൽ ഒരു 20% വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു 19% വരെയൊക്കെ ഈ റീസെൻ്റ്ലി ക്രിയേറ്റ് ആകപ്പെട്ടുള്ള ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ചെയ്യുന്നത് വളരെ സേഫ് ആയിരിക്കും. നമുക്കൊരു 3 months ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ 50% ഒക്കെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 18 to 19% ആണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അതല്ല കുറച്ച് ചെറിയൊരു മൂവ്മെൻ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യാനൊക്കെയാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10% വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ആ 2 രീതിയിലാണ് ഇതിൽ ട്രേഡിങ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ ഏറ്റവും നല്ലത് കുറച്ച് ടൈം എടുത്ത് ഒരു 3 months എങ്കിലും വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം ഇതിൽ ആഡ് ചെയ്യുക. കാരണം ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഷെയർ ചെയ്യുന്ന പല സ്റ്റോക്കുകളും ഒരുപാട് ടൈം എടുത്തിട്ടാണ് മൂവ് ചെയ്യാറ്. പക്ഷേ നമുക്ക് റിട്ടേൺസ് എന്താണെങ്കിലും കിട്ടാറുണ്ട്. പക്ഷേ അത്രയും ടൈം എടുക്കാൻ പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് പലരും അത് എക്സിറ്റ് ചെയ്ത് പോകുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറയുന്നത് ചിലപ്പോൾ ടൈം എടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പോർഷൻ മാത്രം ബൈ ചെയ്താൽ മതി, ചെറിയ എമൗണ്ട് വെച്ചിട്ട് ബൈ ചെയ്താൽ മതി. എന്നിട്ട് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് 50% ഒക്കെ റിട്ടേൺസ് എടുക്കുക എന്നുള്ള രീതിയിൽ ചെയ്യാം. സോ അതാണ് ഈ സ്റ്റോക്കിൻ്റെ അനാലിസിസ് ഇന്നത്തെ. ബാക്കി ഡീറ്റെയിൽസൊക്കെ